ഭാര്യ അംഗീകരിക്കാൻ പറ്റാത്ത പുരുഷന്മാര്, ഭർത്താക്കന്മാര്, ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഭാര്യമാര്. എവിടെ സ്വാതന്ത്ര്യം? മക്കളെ അംഗീകരിക്കാൻ പറ്റാത്ത മാതാപിതാക്കള്, മാതാപിതാക്കളെ അംഗീകരിക്കാൻ പറ്റാത്ത മക്കള്. എല്ലായിടത്തും അസ്വാതന്ത്ര്യമുണ്ട്, അസമത്വമുണ്ട്. ഇപ്പൊ സ്ത്രീകളായ നിങ്ങള് എപ്പോഴും മക്കളോട് പറയും, 10 മാസം ചുമന്ന് നോവിന്ത് പ്രസവിച്ച് ഞാനാണ്, എല്ലാം എനിക്ക് തരണം. ജീവിതാവസാനം വരെ പറയുന്ന ഒരു വാർത്ത മക്കളോട്, ഈ കാശെല്ലാം കൂടെ അങ്ങനെ കയറ്റി കൊടുക്കരുത്, എനിക്ക് തരണം. കാര്യം ഞാനാണ് നിന്റെ 10 മാസം ചുമന്നത്. ഒരു കാര്യം ഓർക്കുന്നില്ല, 10 മാസം ചുമന്ന ആശുപത്രിയെ ഫാനിന്റെ കീഴിൽ കിടക്കുമ്പോൾ തൊട്ട് വരാത്തതിന്റെ ഭർത്താവ് പൊതുവടിക്ക് പറ്റി വിറ്റേന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാനുള്ള പൈസയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ആ മനുഷ്യൻ ചിന്തിക്കുന്നത് വിയർത്തൊലിച്ച് പൊതുകടി കയറ്റി നടക്കുമ്പോൾ ആ മനുഷ്യന്റെ ചിന്ത ആരും അച്ഛന്മാരെയും പുരുഷന്മാരെ ആർക്കും വരയില്ല. ആ ഒരു സമൂഹമാണ്. ഞങ്ങൾക്ക് ആരോട് പരാതി പറയാനും പറ്റുന്നില്ല. ഞങ്ങളും ചോദിക്കുന്ന ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയോ? എല്ലാ നിയമങ്ങളും എല്ലാ ഉപദേശങ്ങളും കോടതിയും എല്ലാം അവർക്ക് അനുകൂലമാണ്. ഞാനത് പരിശോധിക്കുന്ന ഒരാളെപ്പോഴും എല്ലാ നിയമങ്ങൾക്കും അവർക്ക് അനുകൂലമാണ്. അപ്പൊ അതിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്റെ മാഡം ചുനക്കരയായിട്ട് വല്ല ബന്ധമുണ്ടോ?